ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് റോപ്പ് സ്റ്റിച്ചാണ്. നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പോൾ ചില ഡിസൈൻസിൽ നമുക്ക് കുറേ കർവുകളുള്ള ഡിസൈൻസ് ആയിരിക്കും, ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് പോകുന്ന ലൈൻസൊക്കെ ഉള്ള ഡിസൈൻസ് ആയിരിക്കും. അങ്ങനെയുള്ള ഡിസൈൻസിൽ ഈ കർവുകൾ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റിച്ചാണ് റോപ്പ് സ്റ്റിച്ച്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഈ ഡിസൈനാണ് നമ്മൾ റോപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. ഇത് നിറയെ കർവുകളാണ്. അപ്പോൾ കർവുകൾ ചെയ്യുമ്പോൾ എത്ര ഭംഗിയിലാണ് നമുക്ക് റോപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റാമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസൈൻ എടുത്തത്. ഡോലിയുടെ ത്രെഡാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പോകുന്നത്. അതിൻ്റെ ഷെയ്ഡ് നമ്പർ J134. അപ്പോൾ ഈ രണ്ട് കേർവ്സ് നമുക്ക് റോപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ആക്ച്വലി ചെയ്യുന്നത് ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ്. തുടക്കത്തിൽ നമ്മളൊരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക. അതപ്പോൾ രണ്ട് മെത്തേഡ്സിൽ ചെയ്തെടുക്കാൻ പറ്റും, രണ്ട് ഡയറക്ഷൻസിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം നമുക്ക് ഒരു മെത്തേഡ് നോക്കാം, പിന്നത്തെ കർവ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് നൂല് ഞാൻ സൂചിമ കോർത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരറ്റം നോട്ടിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കർവ് ചെയ്യാം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കർവിൻ്റെ ഈ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നമുക്ക് സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ പോയിന്റ് തൊട്ടിപ്പുറയായിട്ട് ഈ ലൈനിൻ്റെ സൈഡിലായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ലൈനിൽ തന്നെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ നൂല് ഇപ്പുറത്തെ സൈഡിലാണ് നിൽക്കണേ, അതിന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് സൂചിയുടെ അടിക്കോടെ എടുത്തിട്ട് സൂചി മേളിലേക്ക് വലിക്കുക. അപ്പോൾ ആദ്യത്തെ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ചായി. ഇനി റോപ്പ് സ്റ്റിച്ചിൽ ചെയ്യാൻ പോകുന്നത്, ഈ ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ ഒരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. രണ്ട് ത്രെഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടൊരു ക്രോസ് ഫോം ചെയ്തിട്ടുണ്ട്. ആ ക്രോസിൻ്റെ അവിടെയായിട്ട് അതിൻ്റെ അടിയിൽ ആ ലൈനിന്മേ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവാം. ക്രോസ് എവിടെയാണോ വരണേ അവിടെയായിട്ട്. എന്നിട്ട് ലൈനിന്മേ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് തൊട്ടടുത്ത് തന്നെ സൂചി മേളിലേക്ക് വയ്ക്കുക. എന്നിട്ട് വീണ്ടും ഒരു ട്വിസ്റ്റഡ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ നൂല് ഇപ്പുറത്തെ സൈഡിലാണ്, അതിനെ ഇങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് സൂചിയുടെ അടിക്കോട്ട് എടുത്തു. എന്നിട്ട് സൂചി താഴ്ത്തുനിന്ന് മുകളിലേക്ക് കൊണ്ടുവരാം. നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്തു. ഇനി ചെയ്യേണ്ടത്, വീണ്ടും എവിടെയാണോ ക്രോസ് ഫോം ചെയ്തിരിക്കുന്നത് ആ ക്രോസിൻ്റെ അടുത്ത് തന്നെയായിട്ട് സൂചി കൊണ്ടുപോയിട്ട് ആ ലൈനുമേ, ഈ ക്രോസിൻ്റെ സൈഡിൽ ലൈനുമേയായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവാം. എന്നിട്ട് അധികം ഗ്യാപ്പ് വിടാതെ തൊട്ടടുത്ത് തന്നെയായിട്ട് സൂചി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് ഈ നൂലിപ്പുറത്താണ് ഇരിക്കണേ, അതിനെ ട്വിസ്റ്റ് ചെയ്ത് മുകളിക്കോടെ എടുത്ത് എന്നിട്ട് സൂചിയുടെ അടിക്കോടെ കൊണ്ടുപോയി അതിനുശേഷം സൂചി മുകളിലേക്ക് വലിക്കുക. അടുത്ത സ്റ്റിച്ചായി. വീണ്ടും അങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. വീണ്ടും നമുക്കൊരു ക്രോസ് കിട്ടിയിട്ടുണ്ട്. ആ ക്രോസിൻ്റെ അവിടെയായിട്ട് സൈഡിലായിട്ട് ലൈനിൽ തന്നെ സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവാം. എന്നിട്ട് തൊട്ടടുത്ത് തന്നെ സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. ഈ നൂലിനെ ട്വിസ്റ്റ് ചെയ്ത് സൂചിയുടെ അടിക്കോടെ എടുക്കുക. എന്നിട്ട് സൂചി മുകളിലേക്ക് വലിക്കുക. വീണ്ടും ക്രോസ് ഫോം ചെയ്ത് കൊടുത്ത് അതിൻ്റെ സൈഡിൽ ലൈനിൽ തന്നെയായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകുക. തൊട്ടടുത്ത് തന്നെ സൂചി മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ നൂലിനെ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്ന് അടിക്കൂടെ എടുക്കുക. എന്നിട്ട് സൂചി മുകളിലേക്ക് വലിക്കുക. ഇങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. ഇതിങ്ങനെ ഒരേ ഗ്യാപ്പിൽ പോകണം. ഒരെണ്ണം വലിയ ഗ്യാപ്പും പിന്നെ ചെറിയ ഗ്യാപ്പ് പോവാതെ ഒരേ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്ത് പോവാം. ഈക്വൽ ഗ്യാപ്സിൽ അങ്ങോട്ട് തുടർന്ന് പോയാൽ മതി, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. വീണ്ടും ക്രോസിൻ്റെ അവിടെ
സൂചി താഴ്ത്തിക്കൊണ്ട് പോവാം ലൈൻ തന്നെയായിട്ട്. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് തൊട്ടടുത്ത് തന്നെ സൂചി മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ നൂല് ട്വിസ്റ്റ് ചെയ്ത് അടിക്കോട്ടെടുത്തിട്ട് സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിങ്ങനെ ഒരു കയർ പോലെയാണ് ഇരിക്കുന്നത്, ഒരു റോപ്പ് പോലെയാണ് ഫോം ചെയ്ത് പോകുന്നത്. ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് അറ്റം വരെ ചെയ്തെടുക്കുക. ഇനി ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. വീണ്ടും ആ ക്രോസിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ട് സൂചി മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് നൂലിനെ ട്വിസ്റ്റ് ചെയ്ത് സൂചിയുടെ അടി കൂടെ എടുക്കുക. എന്നിട്ടിത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അപ്പുറയായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോവാം. എന്നിട്ട് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആദ്യത്തെ മെത്തേഡിലുള്ള റോപ്പ് സ്റ്റിച്ച്. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡിലുള്ള റോപ്പ് സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കർവ് നമുക്ക് രണ്ടാമത്തെ മെത്തേഡിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ കർവിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിലായിട്ട് സൂചി താഴ്ത്തുനിന്ന് മേളിലേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഈ പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ലൈനിൻ്റെ സൈഡിലായിട്ട് സൂചി താഴ്ത്തിക്ക് കൊണ്ടുപോകാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചെയ്തത് ഈ നൂലിൻ്റെ ഇപ്പുറത്തോട്ടാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഈ പോയിൻറ്റിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെയായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോയിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ലൈനുമേ തന്നെയായിട്ട് സൂചി മുകളിലേക്ക് വയ്ക്കുക. ഇപ്പം നമ്മുടെ നൂല് കിടക്കുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് സൂചിയുടെ അടിക്കൂടെ എടുക്കുക. എന്നിട്ട് സൂചി മേളിലേക്ക് വയ്ക്കും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കർവിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ ചെയ്യണത്. ഇനി നമുക്ക് കാണാം ഇവിടെ ഒരു ക്രോസ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രോസിൻ്റെ അടിയിലായിട്ട് ലൈനുമായിട്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ സൂചി താഴ്ത്തി കൊണ്ടുപോകാം. എന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ലൈനുമേ തന്നെയായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് സൂചി എടുത്തത്. പക്ഷേ ഇവിടെ ചെയ്യുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഇവിടെ ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മുടെ നൂല് ഇപ്പുറത്തെ സൈഡിലാണ്. ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. സൂചിയുടെ മേലേക്കൂടെ കൊണ്ടുവരിക. എന്നിട്ട് സൂചിയുടെ അടി കൂടെ എടുത്ത് സൂചി മേളിലേക്ക് വലിക്കുക. വീണ്ടും എവിടെയാണോ ക്രോസ് ഫോം ചെയ്തേക്കണേ അതിൻ്റെ അടിയിലായിട്ട് ലൈനുമേ തന്നെ
സൂചി താഴ്ത്തിക്കൊണ്ട് പോവാം. എന്നിട്ട് ലൈനിൽ തന്നെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് സൂചി മുകളിലേക്ക് വയ്ക്കുക. എന്നിട്ട് ഈ നൂലിനെ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു സൂചിയുടെ അടിക്കോടെ എടുത്തു. എന്നിട്ട് മുകളിലേക്ക് കൊണ്ടു. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഇതെന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്റ്റിച്ചിൻ്റെ അപ്പുറത്തായിട്ട് സൂചി താഴ്ത്തിക്കൊണ്ട് പോവാം. എന്നിട്ട് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. അപ്പോൾ ഇതാണ് റോപ്പ് സ്റ്റിച്ച്. 2 മെത്തേഡ്സിലുള്ള റോപ്പ് സ്റ്റിച്ച്. ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് ഇങ്ങനെയാണ്. ഇത് കേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് വളരെ നല്ല സ്റ്റിച്ചാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനാണെങ്കിൽ പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്റ്റിച്ചാണ്. ഈ ഡിസൈനിൽ ഈ കാണുന്നതൊക്കെ ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ബുള്ളിയൻ നോട്ട് വെച്ചിട്ട് ഇങ്ങനത്തെ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ട്. അതുകൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിനി വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.